ഒക്കെ പോയി ഐസ്ക്രീം കഴിച്ചു. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തതാണ് ആസ് യൂഷ്വൽ. ഇത് ഞാൻ മധുരയിൽ ഉണ്ടാകുമ്പോൾ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ ഓൾമോസ്റ്റ് 1 ഇയറിൽ കൂടുതലായി ഞാൻ മധുരയിൽ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ അന്ന് തൊട്ടിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു എൻ്റെ പാരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കണം. കാരണം മധുര മീനാക്ഷി ക്ഷേത്രം ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ എല്ലാവരും കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സാധിച്ചത്. അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ വരുന്നില്ല, എൻ്റെ 2 വല്യമ്മമാരും അമ്മയും ചേട്ടനും പിന്നെ എൻ്റെ ചേച്ചിയുടെ മോളും വരുന്നുണ്ട്. അപ്പം ഞാനും നമ്മൾ ആശ്രമത്തിലെ മംഗളണ്ണനും കൂടിയാണ് ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. വെക്കേഷൻ ടൈമിലായിരുന്നു ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിലൊക്കെ. നമുക്ക് ടിക്കറ്റ് ഒന്നും മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇവർ ജനറലൊക്കെ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു ചായ കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവർ തലേ ദിവസം ഗുരുവായൂരിന്ന് ട്രെയിൻ കയറിയതാണ്. നമുക്ക് 12 മണി ആകുമ്പോഴാണ് മധുര എത്തിയത്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ടയേർഡായിരുന്നു, ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോഫിയും ചായയൊക്കെ കുടിച്ച് നേരെ ഇനി ആശ്രമത്തിലോട്ടാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി, ലഗേജൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മംഗളണ്ണൻ എന്തൊക്കെ കുറേ സംസാരിക്കുന്നുണ്ട് വൈസുവിനോട്. ചേട്ടന് കുറച്ച് തമിഴൊക്കെ അറിയുള്ളൂ അവൻ, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ആശ്രമത്തിലെത്തിയപ്പോൾ കുറേ പേരെ എനിക്ക് കാണിച്ചു കൊടുക്കാണ്ട് കേട്ടോ. എല്ലാവരും അമ്മ വന്ന ഇൻട്രൊഡ്യൂസ് ചെയ്തതാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ചന്ദ്രക്ക, ജയകാളണ്ണൻ, അതേപോലെ നമ്മളെ പാട്ടിയമ്മ, അഴകക്ക ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരോടും അമ്മ സംസാരിച്ചിട്ട് അവർക്കൊക്കെ ഇങ്ങനെ ഫോണിൽ വീഡിയോ കണ്ടിട്ടുള്ള പരിചയമുണ്ട് അമ്മേനെ. ഇങ്ങനെയാണ് പഴം പുഴുങ്ങിയത് ഇന്ത ഷെഫ് പോട്ടത്. കേരളാവില ഇപ്പിടിത്താ പോടുന്നു சொல்லிருக்கு. കേരള ബോർഡറേ പാക്ക മാട്ടേ. ആ ടൈമിൽ അവിടെ ടീൻസ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്നാക്സിന് പഴം പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ അവന് എങ്ങനെയാണെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവനെ കളിയാക്കായിരുന്നു. അവൻ സെൻറ്ററാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇവർ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ. യൂട്യൂബിൽ വന്നിരിക്കാ അമ്മ, ഇത് മഹേഷ്. ഹലോ. അമ്മയുടെ അക്ക, 2 അക്ക എല്ലാരും കിച്ചണിൽ ഇപ്പൊ ഹെൽപ്പ് ഉണ്ട്. ഇതാണമ്മ തിലകമ്മ. തിലകക്കാക്ക് കേരളത്തില് അനിയത്തി ഇருக்கு, തിരുവനന്തപുരത്ത്. സാപ്പിട പോരെ. പിന്നെ അവിടെ സുരേഷ് ഉണ്ടായിരുന്നു. അപ്പോൾ സുരേഷിനെ ഒക്കെ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അവിടെ നമ്മളുടെ നേഴ്സാക്കിയും അതേപോലെ ജോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 10 മണിക്കാണ് നമ്മളുടെ ബ്രഞ്ച് പൊതുവേ നമ്മൾ കഴിക്കാറ് ആശ്രമത്തിൽ. അപ്പോൾ ഇവർ വന്നുകൊണ്ട് നമ്മൾ ഫുഡ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ അനുപേട്ടനും പാർവതീച്ചൊക്കെ വന്ന് സംസാരിച്ചു. ഇതാണമ്മ ജ്ഞാനേശ്വർ ബി സൂറ. വാടാ അങ്ങോട്ട് കയറി വേണം. ഇത് ആരതി ഇവളെ കൊണ്ട് ഞാൻ കർമ്മ. ഇതാണ് സുരേഷ് ചെറുത്. ഗുണവതി സാപ്പിട്ടു ഏട്ടുണ്ട് ഈ ടൈമിലല്ലേ. ഇത് തിരുവനന്തപുരം വിത്താണ്, പക്ഷെ കോയമ്പത്തൂര്. ഇവിടെ പ്രായാവും. മിക അസിസ്റ്റന്റ് സ്റ്റാഫാണ്. പ്രദ്യുപ്ന, അത് ആര്യൻ. അപ്പോൾ 1 മണിക്ക് നമ്മൾ ആശ്രമത്തിൽ ടീ ടൈമാണ്. ഇവിടെ ജാഗരി ഇട്ട ടീ നല്ല എല്ലാവർക്കും ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് അതൊക്കെ എടുത്തു കൊടുത്തു.
ഇതാണ് ദേവി സുരേഷിന്റെ മൂത്തമ്മ ഫോട്ടോഗ്രാഫർ. ഇവരാണ് ഫോട്ടോസ്. എന്റെ കുറെ ഫോട്ടോസ്. ആഷ്ന അമ്മ. ഇവിടെ അഞ്ജലി. വേറെ അഞ്ജലി. ദേ അമ്മ, അമ്മ സിസ്റ്റേഴ്സ് ആൻഡ് നീസ് ബ്രദർ. നീയല്ല അമ്മനാണെന്ന് പറഞ്ഞ് ഇപ്പൊ കണ്ടപ്പോഴും മിണ്ടാനില്ല. ഇത് അഞ്ജലി. അഞ്ജലി പേരാണ് താമര. താമര താമര. ഇവൻ തമ്പി മാതിരി ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. അവൻ വന്ന് ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചിട്ട് എല്ലാരും. എന്താണ് ഞങ്ങളുടെ ക്ലീനിങ് ആൻഡ് സോറപ്പറച്ചിൽ. ഇതാണ് നമ്മുടെ സ്വന്തം ആളാണ്. സാപ്പിട്ട. ഇത് നമ്മളെ പഴനി. നമ്മള് നല്ല കമ്പനിയാണ്. സ്റ്റാൻഡേർഡിൽ നീ സോലു. MD എങ്ക MD എന്നാ MD ഫുൾ ഫോം മമ്മി ഡാഡി. MD എന്ന് എഴുതും. ഡെയിലി അവൾ MD എന്ന് എഴുതും. സെയിം ഫേസ് കടുതാ. அக்கா சொல்லிட்டே இருக்கு அம்மா வந்து காட்டிக்கோடு. അയ്യോ ഞാൻ പൊട്ടിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം അവർ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ അടുത്ത് കൊടുത്തു വിടാനുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആശ്രമമൊക്കെ ഒന്ന് ചുറ്റി കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ മികക്കുട്ടി നല്ലൊരു ഡാൻസറാട്ടോ. അപ്പോൾ അവൾ വരുമ്പോൾ തന്നെ അവളുടെ അമ്മ നമ്മളോട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇത് നമ്മൾ ശിവ ഹാളിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ ഹാളിലാണ് നമ്മൾ കൂടുതലായിട്ട് യോഗ ടീച്ച് ചെയ്യൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഞാൻ ടീച്ച് ചെയ്യുന്ന സ്ഥലമൊക്കെ അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ. ബ്രദർ ഇതാ അമ്മ. വീട്ടിലെ വളർത്തിരിക്ക അമ്മ. ഞാൻ പോരാടാ. ഇത് ആന്റി അമ്മയുടെ അക്കാമാര്. അത് നീസ് അക്കാ പൊണ്ണ്. ഇത് ഇവന്റെ ഗസ്റ്റ് ഹൗസ്. അപ്പം അത് മണിയായിരുന്നു. നമ്മൾ നല്ല കമ്പനി കേട്ടോ. ഫൈറ്റിംഗ് പാർട്ട്നേഴ്സാണ്. നമ്മളിപ്പോഴും തല്ലുകൂടും. അവൻ നമ്മളുടെ ഷെഫാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഒരു മരമാണ്. ഇതൊരു ഞാവൽ മരമാണ്. ഈ മരത്തിനൊരു എനർജി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ട്രീ ഹീലിംഗ്. നമ്മൾ ട്രീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു തെറാപ്പിയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫ്രീ ആവും, അതേപോലെ റിലാക്സ്ഡ് ആവും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും വർക്കായിട്ടുണ്ട് കേട്ടോ. എനിക്കും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഇവർ വന്ന ശേഷം കണ്ട കുരങ്ങന്മാരാണിത്. പൊതുവേ നമ്മൾ ആശ്രമം ഒരു ഫോറസ്റ്റ് ഏരിയയിലായതുകൊണ്ട് തന്നെ എപ്പോഴും കുരങ്ങന്മാരുണ്ടാവും. രാത്രി മാത്രമാണ് അവരൊന്ന് പോവുക. എന്നാലും ചില കുരങ്ങന്മാർ അവിടെ തന്നെ തങ്ങും. പക്ഷെ ഇവർ വന്ന് അന്ന് ഒരു കുരങ്ങന്മാരും അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ഈ 2 എണ്ണം നമ്മൾ ഇങ്ങനെ ചുറ്റാൻ പോയപ്പോഴാണ് കണ്ടത്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി. ഇതാ അമ്മ കുറേ മാങ്ങയും അതേപോലെ ഉണ്ണിയപ്പം ലഡ്ഡും ഒക്കെ എനിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നടാ തമ്പി. ഇതേ അമ്മ, ഇത് ബ്രദർ, ഇത് ആൻറ്റീസ്. ഫസ്റ്റ് ഡേ എന്താ കാട്ടി ഓടി വരുന്നു. അക്കാവാ. നമ്മുടെ ആശ്രമത്തിൽ ഡിന്നർ ടൈം 6 o'clock അപ്പോൾ ഇന്ന് ബട്ടർ നാനും അതേപോലെ സോയാ ബട്ടർ മസാലയായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ പനീർ ബട്ടർ മസാലയാണ് കൂടുതലിഷ്ടം. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതെന്ന്. സോ ആ ടൈമിൽ ഇവിടെ സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു കിഡ്സിനും ടീൻസിനും വേണ്ടിയിട്ട്. അതാണ് ഇത്രയും കുട്ടികൾ ഇവിടെ കേട്ടോ. 2 ആഴ്ച അവരിവിടെ താമസിക്കും. അങ്ങനെ യോഗ, ഡാൻസ്, പാട്ട്, അങ്ങനെ ഫുൾ ഫണ്ണായിരിക്കും കേട്ടോ 2 വീക്ക്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലുള്ള കുട്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ. പൊട്ട് കാട്ടിക്കൂടെ. മമ്മി ഡാഡി. ഹൗ സ്വീറ്റ്. ഞാൻ കാല് മുറിച്ചിട്ട് തീവ്രം. അമ്മ ഏതാണിത്? പാപ്പം meal maker.
അമ്മ അമ്മ അണ്ണൻ ആൻറ്റീസ് നീസ്. ഇതാണ് എൻ്റെ അമ്മ. അറിയില്ല മോളാ അതിൻ്റെ ഏട്ടൻ. അതെന്റെ ആന്റിമാര് നീസ്. ഇതെങ്ങനെ ഞെട്ടുന്നേ? ഇത് അമ്മയാന്ന് കണ്ടാ തോന്നുന്നു. പോടാ അവിടുന്ന്, നീ പോടേ. ഹാപ്പി ബർത്ത്ഡേ. അന്ന് യോഗേഷിൻ്റെ പിറന്നാളായിരുന്നു. സോ ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ വന്നത് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിക്കണം എന്ന് വിചാരിച്ചപ്പോൾ അവൾ വെളിയിലൊക്കെ പോയി പിന്നെ കേക്കൊക്കെ മേടിക്കാൻ പോയതുകൊണ്ട് അവൾ വന്നപ്പോൾ ലേറ്റായി. ഇവർ വീഡിയോ കോളിലൂടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവൾക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട്. നമ്മുടെ ചേച്ചിമാര്, അതെന്റെ നീസ്, ഇതെന്റെ ഏട്ടൻ. നീ എന്നാ വന്നത്? ഉത്തരാശിന്ന് എന്നാ വന്നത്? എന്നോ വന്ന്. അവള് വന്നിരുന്നു. അവള് പുറത്ത് പോയി ഐബാക്കെ പോയി ഐസ്ക്രീം കഴിച്ചു. ദിസ് ഇസ് മൈ മോം ആൻറ്റി ആൻഡ് ഡാർജിലിംഗ് നേപ്പാളി ലുക്കില്ലേ? ടുമാറോ ലിവിങ്. നാളെ പോവല്ലേ? 3 ദിവസം നിൽക്കാൻ. കുട്ടികളുടെ ചാൻഡിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അവർ ഹാപ്പി അസംബ്ലി പറഞ്ഞിട്ട് ഡാൻസും ഗെയിംസൊക്കെ ആയിട്ട് നല്ല രസമാവും. നമുക്ക് നാളെ മീനാക്ഷി ടെമ്പിളിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വന്ന് കിടന്നു കേട്ടോ. ഞാൻ സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് പോസ്റ്റ് കിട്ടി കേട്ടോ. വണ്ടി വേറൊരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വരാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇന്നും കുറഞ്ഞമാരുണ്ടായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നല്ല രസമുള്ള സീനറിയൊക്കെ ആയിരുന്നു അവിടെ. നമ്മുടെ വണ്ടിയൊക്കെ വന്നു. നമ്മൾ നേരെ മീനാക്ഷി ടെമ്പിളിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസം മുന്നെയാണ് അവിടുത്തെ മീനാക്ഷി അമ്മയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷമായിരുന്നു. ഭയങ്കര തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ രഥങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു. ഇതിനുള്ളിലേക്ക് നമുക്ക് അറിയാമല്ലോ, മീനാക്ഷി ടെമ്പിളിൻ്റെ ഉള്ളിൽ ക്യാമറയും ഫോണൊന്നും അലൗഡ് അല്ല. സോ നമ്മളതൊക്കെ അവിടെ വെച്ചു. ലഗേജൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. അതൊക്കെ നമ്മളവിടെ വെച്ചിട്ട് ഒരു 1.5-2 മണിക്കൂർ കൂടുതൽ നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് നമുക്ക് ദർശനം കിട്ടി. അത് കഴിഞ്ഞ് ഇറങ്ങി. എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ലഗേജ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരേക്കൊന്നും പോകണില്ല. ഏകദേശം ഇവിടെ അടുത്ത് വല്ല സ്ഥലത്തും കയറി ഫുഡൊക്കെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ വല്യമ്മയും പൊന്നൂട്ടി ഇങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ കുറച്ച് വിൽക്കുന്നുണ്ട്. അതൊക്കെ നോക്കുന്നുണ്ട്. പൊന്നൂട്ടിക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അവളെ ഇട്ടു കേട്ടോ. എനിക്കിത് വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മളവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഷോപ്പ് കണ്ടു. സോ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പോയിട്ട് പിന്നെ വേറെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതൊരു ഉള്ളിക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നോർത്ത് ഇന്ത്യൻ കടയല്ലേ, നല്ല പനീരും ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പനീർ, അതുപോലെ റൊട്ടി, പിന്നെ എന്താ വെജിറ്റേറിയൻ പുലാവൊക്കെ ആയിരുന്നു.
ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. കാശ് പോയെന്ന് പറയാലോ. ഒരു വസ്തുവിനെ കൊള്ളില്ലായിരുന്നു. പനീർ ബട്ടർ മസാല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേറെ എന്തോ ആണ് തന്നത്. പനീർ ഉണ്ടായിരുന്നത് തീരെ ഫ്രഷ് ആയിരുന്നില്ല. ശരിക്കും മണി ആനന്ദൊക്കെ ഇതിൽ അടിപൊളിയായിട്ട് ആശ്രമത്തിൽ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്, അവർക്ക് നല്ലൊരു ഫുഡ് നമ്മളിവിടെ വന്നിട്ട് മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അത് സങ്കടമല്ലേ. സോ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനുള്ള സമയവും നമുക്കുണ്ടായിരുന്നില്ല. അവർ പോയുള്ള ട്രെയിന് 3:45 ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ജനറലാണ് അവർ കയറുന്നത്. സോ നമ്മൾ 2:30 തന്നെ പോയിട്ട് അവർ കയറിയിരുന്നു സീറ്റിൽ. ആ സമയം കൊണ്ട് ഞാൻ പോയി കുറച്ച് ഫുഡൊക്കെ വാങ്ങി, അവരറിയാതെ കുറച്ച് പൊറോട്ട, അതേപോലെ ഓംലെറ്റ്, അതിന് കറി, പിന്നെ മധുരേൻ്റെ സ്പെഷ്യൽ ഡ്രിങ്കാണ് ജിഗർദണ്ഡ. വയസ്സു വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കണം എന്ന്. പക്ഷെ അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതും പാഴ്സൽ മേടിച്ചിട്ട് നേരെ അവരുടെ അടുത്തേക്ക് പോവാണ്. ട്രെയിൻ പോകണം മുന്നേ അവിടെ എത്തണം, അതാണ് ടാസ്ക്. നല്ല വെയിലായിരുന്നു കേട്ടോ മധുരയിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ എൻ്റെ പിന്നെ തൊപ്പിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ വേഗം നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. ട്രെയിൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പോകണ മുന്നേ നമുക്ക് കൊടുക്കണം. അപ്പോൾ പെട്ടെന്നുള്ളൊരു ഷടപടയെന്നുള്ളൊരു വന്നു പോക്കായിരുന്നു. നല്ല രീതിയിൽ മധുര ഒന്ന് കാണിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഇനി പിന്നെ ഒരു തവണ എല്ലാവർക്കും കൂടി വന്നിട്ട് വേണം മധുര മൊത്തം കാണാൻ വേണ്ടിയിട്ട്. ആകെ അമ്പലം മാത്രമേ ഇപ്പോൾ കാണിക്കാൻ പറ്റിയുള്ളൂ. 11 മണി കഴിയും തൃശ്ശൂർ ഈ വണ്ടി എത്താൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പം കഴിക്കാൻ അവർക്ക് ചിലപ്പോൾ സമയം കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഫുഡ് മേടിച്ചിട്ട് അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. നോർമലാണ്, അതിന് ചെറുതാ. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല? ഐസം നമ്മളൊരു അടപ്രഥമന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ട്രെയിൻ എടുക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ തിരിച്ച് ആശ്രമത്തിലോട്ട് പോവാണ്. ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. രാവിലെ മുതൽ എല്ലാവരും ഇറങ്ങിയോണ്ട് തന്നെ ഇങ്ങനെ ക്യൂ ഒക്കെ നിന്നല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് മീനാക്ഷി ടെമ്പിളൊക്കെ കാണാൻ പറ്റി. ഇനി എന്തായാലും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാവരും കൂട്ടി ഒരു തവണ കൂടെ എനിക്ക് വരണം. ഇനിയും നമ്മുടെ മധുര വീഡിയോസും ഒക്കെ കുറേ വരാനുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ബൈ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.